വണക്കം, ദിസ് ഇസ് സ്റ്റാഫ് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു ചെറിയ റൈഡ് പോവാണ്. അത് നമ്മുടെ സ്വന്തം പൊന്മുടിയിലേക്കാണ് കേട്ടോ. എന്തുകൊണ്ടാണ് പൊന്മുടി ചൂസ് ചെയ്തെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് സിറ്റിയിലൊക്കെ മഴയുണ്ട്. സിറ്റിയിലൊന്നുമല്ല, നമ്മളീ പൊന്മുടി പോകുന്ന ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ പൊന്മുടി കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അത്യാവശ്യം കോടയൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ രാവിലെ എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ടൊരു മോർണിംഗ് റൈഡ് പൊന്മുടിക്ക് വെച്ച് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ നെടുമങ്ങാട് കഴിഞ്ഞു ഇങ്ങനെ പോവാണ്. അടുത്ത ചുള്ളിമാനൂരിൽ നിന്ന് തിരിഞ്ഞ് വിതുര വഴിയാണ് പോകുന്നത്. അപ്പോൾ വിതുരയിൽ നിന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ചിട്ട് വേണം പൊന്മുടി പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ പൊന്മുടി പോകുന്നത്. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പൊന്മുടി ഭയങ്കര രസമാണ് കേട്ടോ. നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിരിക്കും. അപ്പം ക്ലൈമറ്റ് ഇപ്പോൾ ഒരു ചെറിയ ക്ലൗഡിയാണ്. അപ്പം ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി. ബിക്കോസ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ റൈഡ് ഒരു സുഖമുള്ളൂ. ചൂടൊന്നുമില്ല, നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടി ഓടിക്കാമല്ലോ. ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 6:15 ആയപ്പം ട്രിവാൻഡ്രം ശാസ്ത്രമംഗലത്ത് നിന്ന് തിരിച്ചു. ഇപ്പോൾ നെടുമങ്ങാടെത്തി. ഇനി ചുള്ളിമാനൂരിൽ നിന്ന് വിതുരയിൽ നിന്ന് വല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ പൊന്മുടി പോകുന്നു. അപ്പോൾ പൊന്മുടിയുടെ ഒരു അടിപൊളി വിശേഷങ്ങളായിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ ട്രാവൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചുള്ളിമാനൂർ ജംഗ്ഷനെത്തി. ഇവിടുന്ന് റൈറ്റാണ് പൊന്മുടി പോകുന്നത്. ലെഫ്റ്റ് പോയാൽ നമുക്ക് തെങ്കാശി തെന്മല റോഡൊക്കെയാണ്. നല്ല റോഡാണ് കേട്ടോ, 2 നല്ല റോഡാണ്. എനിക്കൂടെ ഇപ്പോൾ പൊന്മുടി റോഡ് കുറച്ചുകൂടെ നല്ലതാക്കി തോന്നുന്നു. ടാറിട്ടെന്ന് അറിയില്ല, പണ്ടൊക്കെ നല്ല മോശമായിരുന്നു. ഇപ്പോൾ ടാറിട്ടെന്ന് തോന്നുന്നു. ബട്ട് നമ്മുടെ മറ്റേ തെങ്കാശി റോഡ് അടിപൊളിയാണ് കേട്ടോ. ചുള്ളിമാനൂർ എന്ന തെങ്കാശി പോകുന്ന റോഡ് നല്ല റോഡാണ്. അടിപൊളി റബ്ബറൈസ് ടാറിട്ട റോഡാണ്. അപ്പോൾ നമ്മൾ ആ പൊന്മുടി റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് വിതുര പോകുന്നത്. ഇവിടുന്ന് വിതുര പിന്നെ പൊന്മുടിയൊക്കെ പോവാം. അപ്പോൾ എവിടെയെങ്കിലും രാവിലെ നല്ല ചൂട് ചായ കുടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ നല്ല ചൂട് ചായ അടിപൊളിയായിരിക്കും അല്ലേ. നോക്കട്ടെ, നല്ലൊരു ചായക്കട നോക്കി നിർത്തി നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ടാവും ബാക്കി യാത്ര. ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ നിർത്തിയാണ് കേട്ടോ. ഇവിടെ വിതുരയ്ക്കടുത്തൊരു സ്ഥലത്ത് ചേന്നൻ പാറ എന്നൊരു സ്ഥലത്ത് നിർത്തിയപ്പം ഞാനുണ്ട്, എൻ്റെ ഫ്രണ്ട് ഹരിയുണ്ട്. ഹരിയുടെ എപ്രിലിയ 457 ഉണ്ട്. പിന്നെ സിബിയുണ്ട്. സിബിയുടെ ട്രയംഫാണ്, ട്രയംഫ് സ്ക്രാംബ്ലർ. അപ്പം നമ്മളിങ്ങനെ 3 പേരാണ് പൊന്മുടി ഒരു രാവിലെ റൈഡ് വന്നത്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, അത്യാവശ്യം ഒരു ക്ലൗഡി ക്ലൈമറ്റാണ്. പ്ലസ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി വിതുരയിൽ പോകാം. വിതുര പോയിട്ട് അങ്ങോട്ട് പോകാം. പോകുന്ന വഴിക്ക് ഇവിടെ നല്ലൊരു നാടൻ കടയിൽ നിന്ന് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിതാ വിതുര അടുക്കാറായി. വിതുര ചേതൻ പാറ എന്നുള്ള നമ്മൾ ചായ കുടിച്ചു കേട്ടോ, നല്ല ചൂട് ചായ. അവിടെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂട് പൂരിയും കിഴങ്ങ് കറി പിന്നെ പുട്ട് ദോശയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാൻ ടൈമായില്ല, 7:15 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു വിതുര കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിന്ന് കഴിക്കാമെന്ന്. ക്ലൈമറ്റ് അടിപൊളി കേട്ടോ, നല്ല തണുപ്പുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അടിപൊളി. അപ്പോൾ പോകുന്ന വഴിക്ക് മഞ്ഞൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ മലയോരത്തിൽ ഇങ്ങനെ മഞ്ഞ് തട്ടിപ്പോവാണ്, ഒരു കോട ഇങ്ങനെ തട്ടിപ്പോകുന്നത് കാണാം. അപ്പോൾ ഇനി പൊന്മുടിയുടെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ചെന്ന് നോക്കട്ടെ. വി ആർ സോ മച്ച് എക്സൈറ്റഡ്. ഇതാ കണ്ടോ, ഇവിടെ നോക്കിയാൽ മലയൊന്നും കാണാൻ വയ്യോ, കംപ്ലീറ്റ് കോടയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പോകാം. നമ്മളിപ്പോൾ വിതുര എത്താറായി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്താ വിതുര എത്താറായപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ബാഗിൽ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. മഴയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതിനാണ് ഞാനൊന്ന് റൈഡ് വന്നത്. ഒരു രസമാണ്, ഒരു മൺസൂൺ റൈഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു മഴയത്തൊക്കെ പോകാനൊക്കെ ആയിട്ട് രസമാണല്ലേ മഴയത്ത് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു വികാരമാണ്. വിതുര ജംഗ്ഷനെത്തി. സാധാരണ ഞാൻ പൊന്മുടി പോകുമ്പോൾ വിതുരയിൽ നിന്നാണ് കഴിക്കണം. വിതുരയിൽ 1-2 നല്ല ചെറിയ ഹോട്ടലുണ്ട്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽസും ഉണ്ട്. സാറിന് വന്നാൽ ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കാറ്. അതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, സമയം ഇപ്പോൾ 7:15 ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല കടയുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ പാഴ്സൽ മേടിച്ചിട്ട് മേളിൽ പോയിരുന്ന് കഴിച്ചാലോ, അതും ഒരു ഐഡിയ ആണ്. നോക്കാം എന്തായാലും. മഴയുടെ ചെറിയ ഒരു മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. ആ ഒരു ചെറിയ ഡ്രസ്സിലേക്ക് നിന്ന് മാറി
ഇച്ചിരി മഴയൊന്ന് കാര്യമായിട്ട് പെയ്തു തുടങ്ങി. അപ്പം നമ്മൾ എല്ലാവരും ജാക്കറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ജാക്കറ്റ് ഇടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി. നമ്മൾ വിതുര ജംഗ്ഷൻ കഴിഞ്ഞു. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാം റെയിൻ ജാക്കറ്റ് കരുതിയിരുന്നു കേട്ടോ. കാര്യം മഴ എക്സ്പെക്ട് ചെയ്തതിനാണ് നമ്മൾ ഈ റൈഡ് വന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ജാക്കറ്റ് ഇട്ടു. വീണ്ടും നമ്മൾ യാത്ര തുടരുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. നോക്കി ചെറിയൊരു കോടയൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പം പൊന്മുടി നല്ല ക്ലൈമറ്റ് തന്നെ ആയിരിക്കും, അടിപൊളി രസമായിരിക്കും. അത്യാവശ്യം മഴയൊന്ന് കടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടും മഴ ഉണ്ടോ എന്നറിയില്ല. ഇതിപ്പം വിതുരയാണ്, ഇവിടെ ഇപ്പം മഴ അത്യാവശ്യമുണ്ട്. ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ. കാര്യം റോഡിലൊക്കെ നല്ല വെള്ളം കെട്ടി കിടപ്പുണ്ട്. നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാലാണ് പൊന്മുടിക്കൊരു ഭംഗി കൂടുന്നത് കേട്ടോ. ലെഫ്റ്റിലൊക്കെ കൊക്കോ മരങ്ങളാണ്. ഇപ്പം എൻ്റെ അവിടെ നിന്നൊക്കെ പണ്ടുണ്ടായിരുന്നു, ബട്ട് ഇപ്പോഴൊന്നും ഇല്ല. ഇഷ്ടംപോലെ കൊക്കോ മരങ്ങളാണ്. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോ ഇതിൽ നിന്നാണ്, കൊക്കോ പൗഡർ ഒക്കെ ഉണ്ടാക്കുന്ന അതിൽ നിന്നാണ് ചോക്ലേറ്റ്. പണ്ട് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഇഷ്ടംപോലെ കൊക്കോ മരങ്ങളുണ്ട്. അപ്പോൾ അത് പറിച്ചിട്ട് ഒരു വെള്ള സാധനമുണ്ട്, അതിങ്ങനെ കഴിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ അവിടെ ഒന്നും ഇല്ല. അത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ കൊക്കോ മരം. ഒരു നൊസ്റ്റു ഫീലിംഗ് അത്രേ ഉള്ളൂ. പക്ഷെ രസമുള്ള കേട്ടോ ഈ ഒരു ഇങ്ങനെയുള്ളൊരു ചെറിയ ചെറിയ ഗ്രാമമൊക്കെ കണ്ടു പോകാനായിട്ട്. ഗ്രാമമല്ല, ഇതിപ്പം ഓൾമോസ്റ്റ് നല്ല സിറ്റി ആയി തുടങ്ങി. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നു, ഒരുപാട് കടകൾ വന്നു, ഹോട്ടൽസ് വന്നു. കാര്യം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ പൊന്മുടി. ട്രിവാൻഡ്രത്തിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് പൊന്മുടി. സോ അതുകൊണ്ട് ഈ പോകുന്ന വഴികളൊക്കെ ഒരുപാട് കടകളും ഹോട്ടലുകളൊക്കെ വന്നു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. റോഡ് പണ്ടത്തേക്കാൾ കുറച്ച് മെച്ചമുണ്ട്, ബട്ട് എന്നാലും കുറച്ചുകൂടെ റെഡി ആവാനുണ്ട്. കാര്യം ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന റോഡ് കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പറയണം. കുറച്ചുകൂടെ മെച്ചപ്പെടാനായിട്ടുണ്ട്. എന്നാലും പണ്ട് നല്ല മോശമായിരുന്നു. അതിൽ നിന്നും ഇതിപ്പോൾ ഭേദമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഐദർ നമ്മൾ മേളിൽ പൊന്മുടിയുടെ KTDCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കാമെന്ന്. സൺഡേ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റസ് അറിയില്ല ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും. അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു മേളിൽ പൊന്മുടിയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ കഴിക്കാമെന്ന്. എന്തായാലും നോക്കട്ടെ, കാരണം സമയം ഇപ്പം 7:30 ആയിട്ടുള്ളൂ. 8 മണി കഴിഞ്ഞ് പൊന്മുടി കയറ്റി വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പൊന്മുടി പോയി എന്താ പറയുക, രാവിലെ പൊന്മുടി തുറക്കുമ്പോൾ തന്നെ പൊന്മുടി കയറാമെന്ന് വിചാരിച്ച്. അത് രസമാണ്. ചിലപ്പോൾ പോകുന്നതിലേക്ക് മൃഗങ്ങളെ കാണാൻ പറ്റില്ല. ആനയൊക്കെ ഉണ്ട് കേട്ടോ പൊന്മുടിയിൽ. ചിലപ്പോൾ എല്ലാം കാണാൻ പറ്റിയാലോ അറിയില്ല, എന്നാലും പോയി നോക്കാം. പൊന്മുടിയുടെ ഫസ്റ്റ് ബസ് പോകണം. നെടുമങ്ങാട് വിതുര പൊന്മുടി. അതിനകത്ത് അത്യാവശ്യം ആൾക്കാർ നല്ല ആളുണ്ട് കേട്ടോ, തിരക്കുണ്ട്. നിന്നൊക്കെയാണ് പോകുന്നത്. ഫസ്റ്റ് ബസ്സാണ് പൊന്മുടിയുടെ തോന്നുന്നു കേട്ടോ. അതെ, ഫസ്റ്റ് ബസ്സാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ബൈക്കിനും ആൾക്കും ടിക്കറ്റ് എടുത്തു. നമ്മൾ പൊന്മുടി കയറുന്നു. രാവിലെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് പയ്യന്മാരോ ബൈക്ക് മാത്രമേ കാണുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഒരു 5-6 കാറുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ബൈക്സും ഉണ്ടായിരുന്നു, കുറേ സൈക്ലിസ്റ്റുമാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൊന്മുടി കയറി. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കോടയുണ്ട് കേട്ടോ. കാട്ടിനകത്തൂടെ ഇങ്ങനെ കോടയൊക്കെ തട്ടി പോകുന്ന നല്ലൊരു ഫീലാണ്. അത് ഈ ഒരു മഴയും കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കോട ഉള്ളത്. ഇവിടെ എല്ലാം നല്ല മഞ്ഞടുപ്പുണ്ട്. നോക്കിയ എന്ത് രസമാണ്, നല്ല കോട കേട്ടോ. നോക്ക്, അടിപൊളി ഫീല് മോനെ, പൊളിയാണ് പൊളി. ഇതാണ് നമ്മുടെ പൊന്മുടി കേട്ടോ. നമുക്ക് ആ സൈഡൊന്നും ഒന്നും കാണാനില്ല, കംപ്ലീറ്റ് കോട കൂടി നിൽക്കുകയാണ്. സൂപ്പർ. നോക്ക്, പൊന്മുടി മാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊന്മുടി എത്തി. അത്യാവശ്യം ചെറിയ മഴയുണ്ട്. ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ അത് വന്നു തുടങ്ങി. മഴയുണ്ട്, നല്ല മഴയുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല രസമുള്ള ക്ലൈമറ്റാണ്. ഈ ഒരു മൺസൂൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും ഈ ഒരു ക്ലൈമറ്റ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റെയിനി ടൈമിൽ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. നോക്കി എന്ത് രസമാണ്. താഴേക്ക് നല്ല മഞ്ഞുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്രയും മഴ ഉള്ളതുകൊണ്ടാണ് മഞ്ഞില്ലാത്തത്. നല്ല തണുപ്പുമാണ്.
അപ്പോൾ അങ്ങനെ അത് മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ നല്ല കോട ഇറങ്ങി കേട്ടോ. ഇതാണ് പൊന്മുടിയുടെ വൈബ്. ആ മഴയൊക്കെ ജസ്റ്റ് മാറി ഇത് നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്ത് രസമാണ്. അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട്, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്ത് രസമാണ്, അടിപൊളി. ഇതാ ഓക്കെ, ദിസ് ഇസ് പൊന്മുടി ഗൈസ്. അയ്യോ, ക്ലൈമറ്റ് ഇപ്പം ജസ്റ്റ് ഒന്ന് മാറി വരുന്നുണ്ട്. ചെറിയൊരു വെയിലുണ്ട്, പക്ഷെ എന്നാലും നല്ല കോടയാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് അവിടെയൊക്കെ പോയി ഒന്നും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെയൊക്കെ ഒരു മഴ മാറി എന്താ കോട ഇങ്ങനെ ഇറങ്ങി തുടങ്ങി കേട്ടോ. അവിടെയൊക്കെ എന്ത് രസം നോക്കി, ഭയങ്കര രസം കേട്ടോ. അതോ അവിടെയൊക്കെ നല്ല കോടയാണ്. അപ്പം അങ്ങോട്ട് പോയി നോക്കാം, അടിപൊളിയായിരിക്കും. അടിപൊളി വ്യൂ കേട്ടോ. ആ ഒരു കോട ഇങ്ങനെ മലയുടെ മേളിൽ കിടക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ എന്ത് രസമാണ്. നമ്മൾ ഇടുക്കിയിലൊക്കെ പോയൊരു ഫീല്. ഇത് പൊന്മുടിയാണ് കേട്ടോ, എന്ത് രസമല്ലേ. അപ്പോൾ അങ്ങനെ കല്ലാറുള്ള അമ്മു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ കയറിയത്. വണ്ടിയെല്ലാം ഇവിടെ വെക്കാൻ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ നല്ല ചൂട് ദോശയും നല്ല അടിപൊളി ചൂട് ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ പറഞ്ഞു. നല്ല അടിപൊളി നല്ല കുറവുള്ള ബീഫ് കറിയാണ് കേട്ടോ. ഒഴിച്ച് കഴിച്ചു നോക്കാം. നല്ല ചൂട് അല്ലേ, ഓ പൊള്ളുന്നല്ലേ, ഇല്ലമ്മേ ആവി ഉറക്കുന്നത്. ചൂട് ബീഫ് കറിയും നല്ല ദോശയും. കല്ലാറിൻ്റെ തീരത്താണ്, കല്ലാറിൻ്റെ അവിടെ ഒരു കടയുണ്ട്, അവിടെയാണ്. അങ്ങോട്ട് ചിക്കൻ കറി കൊള്ളാം, കൊള്ളാം, ബീഫ് കൊള്ളാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞതാ പുറത്തിറങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ മോർണിംഗ് പൊന്മുടി റൈഡാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ട്രാവൽ കപ്പ്. ബൈ.